3 വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾ ഇന്ത്യയിൽ ഒറ്റ ഇലക്ഷൻ 2029 അധികാരത്തിലെത്തത്തക്ക ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP മാറുന്നതിൻ്റെ ഒരു തുടക്കമായിരിക്കും 2026 എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല. അത്ഭുതപൂർവമായ വളർച്ച ഉണ്ടാവും. അത് ഇപ്പോൾ ഞാൻ പറയണം, നമുക്ക് 72 സീറ്റ് മതി, അല്ലെ 71 സീറ്റ് മതി ജയിക്കാൻ. 69 സീറ്റ് തോൽക്കാം. 69 സീറ്റ് തോൽക്കാൻ തീരുമാനിച്ച് 71 സീറ്റിൽ BJP ജയിക്കാൻ തീരുമാനിച്ചാൽ മതപരമായിട്ടുള്ള, അല്ലെങ്കിൽ BJPക്ക് ഞാൻ പറഞ്ഞ മുസ്ലിം സമൂഹമാണല്ലോ BJP എല്ലാ കാലത്തും എതിർക്കുന്നത്. അങ്ങനെ മതപരമായിട്ടുള്ള ഘടനകളൊക്കെ പരിശോധിച്ചാലും ഈ പറയുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ മതപരമായ BJPക്ക് അനുകൂലമാണ്. ഇത്രയും മണ്ഡലങ്ങൾ. കേരളത്തിലെ 30% ഇസ്ലാം മതസമൂഹം ക്രോഡീകരിക്കപ്പെട്ട് കിടക്കുന്നത് മലബാർ മേഖലയിലാണ്. അതെന്തായാലും ലീഗ് മറ്റോടുള്ളിടത്തോളം കാലം വേറെ ആർക്കും കിട്ടില്ല. പിന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വളരാൻ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നതാണ്. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തീർച്ചയായും. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP മാറും. അപ്പുറത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണയിലും വളരെ കുറച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണയിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് ചുരുങ്ങും.